മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു. എന്താണ് ഇങ്ങനെ ക്യാബിനറ്റ് പദവി നൽകി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുവാനുണ്ടായ കാരണം? ഒരു പക്ഷേ ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുന്നുണ്ട്. അങ്ങനെ അന്വേഷണം വരുമ്പോൾ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാളാണ് എങ്കിൽ അങ്ങ് നേരിട്ട് ഇഡിക്ക് എളുപ്പം പിടിച്ച് അന്വേഷണം നടത്താൻ പറ്റില്ല. അതിന് മറ്റ് ചില പ്രോട്ടോക്കോളുകൾ കൂടി പാലിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഇഡിയെ നയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇഡിയെ പിന്തിരിഞ്ഞോടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ആയിരിക്കണം ഇങ്ങനെ ക്യാബിനറ്റ് പദവി കൊടുത്തത്. അപ്പൊ അങ്ങനെ ക്യാബിനറ്റ് പദവി കൊടുക്കുമ്പോൾ ആർക്ക് എന്ത് ഛേദം എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ നികുതിദായകരായ സമ്മതിദായകരാണ് അതിൻ്റെ ഭാരം പേറുന്നത്, അതിൻ്റെ നഷ്ടം വഹിക്കുന്നത്. ലാഭം കെ.എം. എബ്രഹാമിനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഘത്തിനും, അതായത് കിഫ്ബി വഴിയുള്ള വായ്പ എടുക്കൽ തൊട്ടുള്ള സംഘത്തിനും അത് പ്രയോജനകരമായിരിക്കും. പക്ഷേ ബാക്കി പൊതുജനത്തിനാണ്, സമ്മതിദായകർക്കാണ് ഇത്തരം കള്ളക്കളികൾ കൊണ്ട് പ്രശ്നമുണ്ടാകുന്നത്. എന്താണ് അദ്ദേഹത്തിന് വെച്ചിരിക്കുന്ന ശമ്പളം? 2.75 ലക്ഷം രൂപ ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഒരു മാസം. പ്രതിമാസ ശമ്പളമാണേ, ഒരു വർഷം കിട്ടുന്നതല്ല ഞാൻ പറഞ്ഞത്. പ്രതിമാസ ശമ്പളം 2.75 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളം. അതുകൂടാതെ അതിൻ്റെ മുകളിലുള്ള മറ്റെല്ലാ ആനുകൂല്യങ്ങളും ചേർന്ന ശമ്പളമാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ലഭിക്കുക. അതോടൊപ്പം തന്നെ ആഡംബരപൂർവമായ ഓഫീസിൽ അനാവശ്യത്തിനുമുള്ള സ്റ്റാഫ്. നമുക്കറിയാമല്ലോ, ക്യാബിനറ്റ് റാങ്കിലേക്ക് വരുമ്പോൾ സ്റ്റാഫ് എത്രയാ? ഒരു മന്ത്രി എത്ര സ്റ്റാഫാ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് 30-37 സ്റ്റാഫ് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു മന്ത്രിമാർക്കൊക്കെ 30-25 മേല് അങ്ങനെയൊക്കെയാണ്. പ്രതിപക്ഷ നേതാവിന് മാത്രം 15 പേരെ പേഴ്സണൽ സ്റ്റാഫിലുള്ളൂ. ബാക്കി എല്ലാവരും ഇഷ്ടംപോലെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് കളിക്കുന്നവരാണ്. അപ്പൊ അതുപോലെ പേഴ്സണൽ സ്റ്റാഫ്, പിന്നെ അവർക്ക് 2 വർഷം കഴിയുമ്പോൾ പിന്നെ പെൻഷൻ, അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ആകുലതകൾ ഇവിടുത്തെ വോട്ടേഴ്സിന്റെ മേൽ കയറ്റി വയ്ക്കുന്ന വലിയ ഭാരമാണ് മിസ്റ്റർ കെ.എം. എബ്രഹാമിന് ഇതുപോലെയുള്ള പദവി, അതായത് ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഉയർത്തുന്നത് മൂലം സംഭവിക്കുന്നത്. അത്ര എന്ത് അടിയന്തര ആവശ്യമാണ് മിസ്റ്റർ കെ.എം. എബ്രഹാം വഴിയായിട്ട് ഇവിടെ ഗവൺമെന്റ് നേടേണ്ടത്? അപ്പൊ ഈ ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടില്ലെങ്കിലും റിട്ടയർ ചെയ്ത കൺഫേർഡ് IAS ഇവരെയൊക്കെ വീണ്ടും അതായത് എറാൻ മൂളികളാണെങ്കിൽ അവരെയൊക്കെ വീണ്ടും നിയമിക്കുക. അത് ഉയർന്ന തസ്തികകളിൽ ഒരു ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് ഒരു മാസം കിട്ടുന്ന കിമ്പളവും എല്ലാം കൂടി, ശമ്പളവും ആനുകൂല്യങ്ങളും, കിമ്പളം അതിൽ വരുന്നില്ല, ശമ്പളവും ആനുകൂല്യങ്ങളും കൂടി കുറഞ്ഞ പക്ഷം 5 ലക്ഷം എങ്കിലും ഒരു മാസം കിട്ടത്തക്ക രീതിയിലാണ് ഓരോരുത്തരെയും. അങ്ങനെയുള്ള എത്രയോ പേരുകളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം കൊച്ചി മെട്രോയുടെ തലപ്പത്തിരിക്കുന്നു. ഷാജഹാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ തന്നെ TK ജോസ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ, പിന്നെ ഉണ്ട് PH കുര്യൻ റെറ ചെയർമാൻ, B സന്ധ്യ റെറ മെമ്പർ, UV ജോസ് അതാണ് ഇൻലാൻഡ് നാവിഗേഷൻ ചെയർമാൻ. അങ്ങനെ പോകുന്നു. ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും, അതായത് ഇവരുടെയൊക്കെ മേന്മ എന്താണ്? ഗവൺമെന്റ് മുട്ടുമടക്കാൻ ആവശ്യപ്പെടുന്നിടത്ത് മുട്ടുമടക്കുന്നു. ഗവൺമെന്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന എന്തും തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെയാണ് വീണ്ടും ഇങ്ങനെ റീഅപ്പോയിന്റ് ചെയ്ത് ഖജനാവ് മുടിക്കുന്നത്, ജനങ്ങളുടെ മേലുള്ള ഭാരം വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുക? അതായത് അവിടെ 2 വലിയ തിന്മകളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അതേ ഓഫീസിൽ തന്നെ നമുക്കറിയാം IAS ഒക്കെ കിട്ടി വന്നിരിക്കുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. അവരൊരു പക്ഷെ ഇത്രയും എറാൻ മൂളികളല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫീസുകളിലേക്ക് വരുന്ന IAS ഒക്കെ കിട്ടി വരുന്നവര് കുറച്ചുകൂടി ചങ്കുറപ്പുള്ളവരാണ്, കുറച്ചുകൂടി
സിൻസിയറാണ്, അഴിമതി വിരുദ്ധരാണ്. ഒരുപക്ഷെ അവരും അഴിമതിയുടെ റട്ടിലേക്ക് വരുമായിരിക്കാം കാലക്രമേണ. പക്ഷെ സർവീസിൽ കയറി ഏതാനും വർഷങ്ങൾക്കെങ്കിലും അവർ വളരെ മര്യാദയുള്ളവരും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ അവരുടെ പ്രൊമോഷൻ സാധ്യതകളെ പോലും ഹനിക്കുന്ന തരത്തിലാണ് ഇത്തരക്കാരെ ഇങ്ങനെ ഓരോ വകുപ്പിന്റെ തലപ്പത്തും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഇപ്പൊ കിഫ്ബി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അതിലേക്കൊക്കെ എല്ലാം ഈ ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. PSC വഴിയുള്ള എംപ്ലോയ്മെന്റ് അല്ല നടക്കുന്നത്. അപ്പൊ അങ്ങനെ PSC വഴിയുള്ള എംപ്ലോയ്മെന്റ് കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടാതെ പോകുന്നു. അതുപോലെ അതേ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷൻ വഴിയായിട്ട് കിട്ടേണ്ട സാധ്യതകൾ ഇല്ലാതെയാകുന്നു. ഇങ്ങനെ പല തരത്തിലാണ് സമൂഹത്തെ, അതായത് PSCയെ നോക്കുകുത്തിയാക്കുന്നു. താഴെ, അതായത് അതേ സർവീസിൽ തന്നെ ഇരിക്കുന്ന മിടുക്കർക്ക് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പല തരത്തിൽ. അതുപോലെ ധൂർത്ത്, അതായത് ധൂർത്ത് എന്ന് വെച്ചാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ, അതായത് ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഗോവയുമായിട്ടുള്ള ഒരു താരതമ്യം എടുക്കുക. ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ഉള്ള സംസ്ഥാനമാണ് കേരളമെങ്കിൽ അത് കേരളത്തെക്കാൾ വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് ഗോവ എല്ലാ തരത്തിലും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുമ്പോൾ കേരളം എല്ലാ തരത്തിലും അതിന്റെ വിപരീത ദശയിൽ, അതായത് ഗോവയിലെ പെർ ക്യാപിറ്റ നികുതി വരുമാന സമാഹരണം കേരളത്തിൻ്റെതിനേക്കാൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നികുതിയേതര വരുമാന സമാഹരണം, അതും ഗോവ കേരളത്തെക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ കാര്യക്ഷമതയിൽ ഗോവയെക്കാളൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും കേരളം വളരെ പിന്നിലാണ്. അങ്ങനെ കാര്യക്ഷമതയിൽ മുന്നിലാക്കാനാണ് ഇത്തരക്കാരെ നിയമിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതല്ല, ഇത്തരക്കാരെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യങ്ങൾ ഉള്ള രീതിയിൽ തന്നെ, അതായത് ഗവൺമെന്റിന് അനുകൂല നിലപാടെടുത്ത് ഗവൺമെന്റ് വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടത്തി കെട്ടിക്കൊണ്ടു പോകാനാണ് ഇത്തരക്കാരെ തിരികെ കയറ്റുന്നത്. അതായത് വെറും ഇറാൻ മൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെയും. അപ്പോൾ ഇവർക്ക് മാത്രമേ ബുദ്ധി ഉള്ളോ ഈ നാട്ടില് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതല്ല. ഇവരെ മാത്രമേ ബുദ്ധിശൂന്യരെ പോലെ, അതല്ല മൂഢരെ പോലെ ഈ ഗവൺമെന്റ് പറയുന്ന എന്തും കാണിച്ച്, നമുക്കറിയാം ബഹുമാനപ്പെട്ട IT സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറി മിസ്റ്റർ ശിവശങ്കർ ഇപ്പോൾ എവിടെയാണ്? എന്താണ് സുഖവാസം അനുഷ്ഠിക്കുന്നത്? ഒരുപക്ഷെ രോഗമായതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാൻ കോടതി അനുവദിച്ചിരിക്കുമായിരിക്കാം. അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെ സുഖവാസം അനുഷ്ഠിക്കേണ്ടി വന്നേനെ. അപ്പൊ ഇതേപോലെയുള്ള അവസ്ഥ ഇവർക്കുമൊക്കെ ഉണ്ടായേക്കാം എന്നെങ്കിലും ഇവര് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ റാൻമൂലികളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ വയ്യ. കാരണം ഈ ഓഫീസർമാർ VP ജോയ്, അതുപോലെ KM എബ്രഹാം, ഇവരൊക്കെ വളരെ മിടുക്കരായ സത്യസന്ധരായ ഓഫീസറായിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഇവരും ഇത്തരം റട്ടിലേക്ക്, ഈ നിരുത്തരവാദിത്വത്തിന്റെ റട്ടിലേക്ക് വീണത് എന്ന് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ടുള്ളത്. ഏതായാലും കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തില് ഇങ്ങനെയുള്ള ഒരുപാട് പുഴുക്കുത്തുകളെ കയറ്റി ഇരുത്തിയിട്ടാണ് കേരളം ഒരു ലജ്ജയുമില്ലാതെ കടക്കണിയിലേക്ക് വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആരെയും കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് ഈ ഓട്ടം എന്നുള്ളത്. അതായത് ആരെയും എന്ന് പറയുമ്പോൾ CAG, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിർമ്മല സീതാരാമൻ, ഇവരെല്ലാം ആ കൂട്ടത്തിൽ, അതായത് ഈ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുത്ത്, വാർണിംഗ്സ് കൊടുത്ത് അങ്ങനെ മുന്നേറുന്ന വ്യക്തികളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് ഇവരൊക്കെ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പറയപ്പെട്ട പദവികളൊക്കെ, പുതു പദവികളൊക്കെ കൊടുത്ത്, ഉയർന്ന ശമ്പളവും സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.